സംസാരിക്കുമ്പോൾ വാക്കുകൾ കിട്ടുന്നില്ലേ? മറ്റുള്ളവരെ ആകർഷിക്കാൻ ഈ 5 കാര്യങ്ങൾ ചെയ്യൂ. ഒരു തർക്കത്തിൽ ഏർപ്പെടുമ്പോഴോ ക്ലാസ്സിലോ ഓഫീസിലോ ആരെങ്കിലും പെട്ടെന്ന് എഴുന്നേൽപ്പിച്ചൊരു ചോദ്യം ചോദിക്കുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾക്കിഷ്ടമുള്ള ഒരു വ്യക്തിയോട് സംസാരിക്കാൻ പോകുമ്പോഴോ നിങ്ങളുടെ മനസ്സ് പെട്ടെന്ന് ബ്ലാങ്കായി പോകാറുണ്ടോ? പറയാൻ ഉദ്ദേശിച്ച വാക്കുകളെല്ലാം പെട്ടെന്ന് അപ്രത്യക്ഷമാവുക. എന്നാൽ അവിടെ നിന്ന് മാറി ഒറ്റയ്ക്കിരിക്കുമ്പോൾ ആ സമയത്ത് അത് പറയാമായിരുന്നു എന്നോർത്ത് പിന്നീട് സ്വയം പശ്ചാത്തപിക്കുക. ഇത് മിക്ക ആളുകളും നേരിടുന്ന ഒരു വലിയ നിരാശയാണ്. നല്ല രീതിയിൽ സംസാരിക്കാൻ അറിയാത്ത ഒരൊറ്റ കാരണം കൊണ്ട് മാത്രം നിങ്ങളുടെ കഴിവുകൾ പലരും തിരിച്ചറിയാതെ പോകുന്നുണ്ടാകാം. അർഹിച്ച ബഹുമാനവും മികച്ച അവസരങ്ങളും ലഭിക്കാതെ പോകുന്നുണ്ടാകാം. പലരും വിചാരിക്കുന്നത് മികച്ച രീതിയിൽ സംസാരിക്കാനുള്ള കഴിവ് ജനിക്കുമ്പോഴേ കിട്ടുന്ന ഒന്നാണ് എന്നാണ്. എന്നാൽ അതൊരു തെറ്റായ ധാരണയാണ്. വെറും 10 20 റാൻഡം ടിപ്സുകൾ നൽകി ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കില്ല. എൻ്റെ ജീവിതാനുഭവങ്ങളിൽ നിന്നും ഹ്യൂമൻ സൈക്കോളജിയിൽ നിന്നും ഞാൻ പഠിച്ചെടുത്ത കൃത്യമായി വർക്ക് ചെയ്യുന്ന 5 പവർഫുൾ മെത്തേഡുകൾ ഈ വീഡിയോയിലൂടെ ഞാൻ പങ്കുവയ്ക്കാം. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏത് കഠിനമായ സിറ്റുവേഷനിലും പൂർണ്ണ ആത്മവിശ്വാസത്തോടെയും മാസായിട്ടും നിങ്ങൾക്ക് സംസാരിക്കാൻ സാധിക്കും. നിങ്ങളുടെ വ്യക്തിത്വവും ഓറയും അടുത്ത ലെവലിലേക്ക് ഉയർത്താൻ ഈ മാറ്റങ്ങൾ നിങ്ങളെ സഹായിക്കും. സ്റ്റെപ്പ് 1. എന്തുകൊണ്ടാണ് മനസ്സ് പെട്ടെന്ന് ബ്ലാങ്ക് ആകുന്നത്? വൈ യുവർ ബ്രെയിൻ ഫ്രീസസ്. നമ്മളെക്കാൾ ഉയർന്ന പൊസിഷനിലുള്ള ആളുകളോട് സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു ആർഗ്യുമെന്റ് ഉണ്ടാകുമ്പോഴോ നമ്മുടെ കോൺഫിഡൻസ് പെട്ടെന്ന് താഴേക്ക് പോകും. സയൻസിന്റെ ഭാഷയിൽ ഇതിനെ അമിഗ്ഡല ഹൈജാക്ക് എന്ന് വിളിക്കുന്നു. അതായത് നമ്മളൊരു പ്രഷർ സിറ്റുവേഷനിൽ അകപ്പെടുമ്പോൾ നമ്മുടെ തലച്ചോറിലെ ലോജിക്കൽ തിങ്കിംഗ് അഥവാ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് താൽക്കാലികമായി ഓഫായി പോകുന്നു. നമ്മൾ അമിതമായി ചിന്തിക്കാൻ തുടങ്ങുന്നതോടെ തലച്ചോറിന്റെ പ്രവർത്തനം താളം തെറ്റുന്നു. മൈൻഡ് സെറ്റ് ഷിഫ്റ്റും പരിഹാരവും. ഇതിൽ നിന്നുള്ള മോചനം നിങ്ങളുടെ കംഫർട്ട് സോൺ മാറ്റുകയാണ്. മനഃപൂർവ്വം നിങ്ങളെ അൺകംഫർട്ടബിളായ സിറ്റുവേഷനുകളിൽ കൊണ്ടുചെന്നെത്തിക്കുക. ഗെറ്റ് ഇൻ ടു ദ ഫീൽഡ്. ക്ലാസ്സിലോ ഓഫീസിലോ സ്വന്തമായി മുന്നോട്ട് വന്ന് മറുപടി പറയാൻ ശ്രമിക്കുക. ഗ്രൂപ്പ് ചർച്ചകളിൽ പങ്കെടുത്തുക. തുടക്കത്തിൽ ബുദ്ധിമുട്ടാണെങ്കിൽ സുഹൃത്തുക്കളുമായി ഏതെങ്കിലും ടോപ്പിക്കിൽ ആരോഗ്യപരമായ തർക്കങ്ങളിൽ ഏർപ്പെടുക. തലച്ചോറിന് പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ ട്രെയിനിംഗ് നൽകുക എന്നതാണ് ആദ്യപടി. അടുത്ത പോയിന്റിലേക്ക് കടക്കുന്നതിന് മുൻപ് നിങ്ങളുടെ പേഴ്സണാലിറ്റിയും കോൺഫിഡൻസും അടുത്ത ലെവലിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന ഒരു സൂപ്പർ ഓഫർ പങ്കുവയ്ക്കാനുണ്ട്. വിപണിയിൽ ഓരോന്നിനും 3999 രൂപ വില വരുന്ന 2 പ്രീമിയം ഓൺലൈൻ വീഡിയോ കോഴ്സുകളായ ഫീമെയിൽ സൈക്കോളജി ഡീകോഡഡ് ദ മാസ്റ്റർ ക്ലാസ് ആൻഡ് അൾട്ടിമേറ്റ് കാലിസ്തെനിക്സ് ഗൈഡ് എന്നിവ ഇപ്പോൾ നിങ്ങൾക്ക് തികച്ചും സൗജന്യമായി സ്വന്തമാക്കാം. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: വെറും 179 രൂപയ്ക്ക് നമ്മുടെ യൂട്യൂബ് ചാനൽ മെമ്പർഷിപ്പ് ജോയിൻ ചെയ്യുക. ഈ മെമ്പർഷിപ്പ് എടുക്കുന്നതിലൂടെ മുകളിൽ പറഞ്ഞ 2 പ്രധാന കോഴ്സുകൾക്ക് പുറമെ നമ്മുടെ ചാനലിലെ മറ്റ് എക്സ്ക്ലൂസീവ് കോഴ്സ് പ്ലേലിസ്റ്റുകളായ ലുക്ക് മാക്സിംഗ്, ഡാർക്ക് സൈക്കോളജി, കൂടാതെ ലോകത്തിലെ ഏറ്റവും മികച്ച പുസ്തകങ്ങളുടെ മലയാളത്തിലുള്ള ബുക്ക് സമ്മറീസിലേക്കും നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആക്സസ് ലഭിക്കുന്നതായിരിക്കും. ഈ മികച്ച അവസരം ഒട്ടും നഷ്ടപ്പെടുത്തരുത്. സ്റ്റെപ്പ് 2. തലച്ചോറിനെ മൂർച്ച കൂട്ടുക. ഷാർപ്പൻ യുവർ ബ്രെയിൻ. ഒരു മരം മുറിക്കാൻ മൂർച്ചയില്ലാത്ത കോടാലി ഉപയോഗിച്ചാൽ സമയവും എനർജിയും നഷ്ടപ്പെടും. അതുപോലെയാണ് നിങ്ങളുടെ തലച്ചോറും. സ്മാർട്ടും ഇംപാക്ട്ഫുള്ളുമായ മറുപടികൾ കൃത്യസമയത്ത് വരണമെങ്കിൽ ബ്രെയിൻ ഷാർപ്പായിരിക്കണം. ചെയ്യേണ്ടത്, ഇതിനായി ചെസ് കളിക്കുന്നത് ശീലമാക്കുക. ചെസ് എന്നത് തലച്ചോറിനുള്ള ഒരു ജിമ്മാണ്. ഓരോ നീക്കത്തിനു മുൻപും ചിന്തിക്കേണ്ടി വരുന്നത് വഴി സാഹചര്യങ്ങൾ വിശകലനം ചെയ്യാനും പെട്ടെന്ന് റിയാക്ട് ചെയ്യാനുമുള്ള ശീലം തലച്ചോർ ഉണ്ടാക്കിയെടുക്കുന്നു. ഇതുകൂടാതെ സുഡോക്കു, പസിലുകൾ, റൂബിക്സ് ക്യൂബ് കളിക്കുന്നതും നിത്യജീവിതത്തിലെ കാര്യങ്ങളെ യുക്തിപരമായി ചോദ്യം ചെയ്യുന്നതും നിങ്ങളുടെ ലോജിക്കൽ തിങ്കിംഗ് വർദ്ധിപ്പിക്കും. ഇതുവഴി ഒരു AI പ്രോംപ്റ്റ് പോലെ കൃത്യമായ മറുപടികൾ നിങ്ങളുടെ തലച്ചോർ സ്വയം ജനറേറ്റ് ചെയ്യാൻ തുടങ്ങും. സ്റ്റെപ്പ് 3. വോക്കൽ ഫ്ലുവൻസി മെച്ചപ്പെടുത്തുക. ഇംപ്രൂവ് വോക്കൽ ഫ്ലുവൻസി. പലപ്പോഴും മറുപടി മനസ്സിലുണ്ടാകും, പക്ഷെ പുറത്തേക്ക് വരുമ്പോൾ ശബ്ദം കുറഞ്ഞു പോകുകയോ വാക്കുകൾ വ്യക്തമാകാതെ വരികയോ ചെയ്യും. ഇതിന് ദിവസവും 15 മിനിറ്റ് ചെയ്യാവുന്ന 2 ലളിതമായ എക്സസൈസുകളുണ്ട്. പെൻ ടെക്നിക്. ഒരു പെന്നോ പെൻസിലോ പല്ലുകൾക്കിടയിൽ തിരശ്ചനമായി കടിച്ചു പിടിച്ചുകൊണ്ട് ലളിതമായ വാക്യങ്ങൾ സംസാരിക്കാൻ ശ്രമിക്കുക. തുടക്കത്തിൽ ബുദ്ധിമുട്ട് തോന്നെങ്കിലും പെൻ മാറ്റിയ ശേഷം സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ശബ്ദത്തിലെ ക്ലാരിറ്റി പെട്ടെന്ന് വർദ്ധിക്കുന്നത് കാണാം. പ്രൊഫഷണൽ സ്പീക്കർമാരും ആക്ടർമാരും ഉപയോഗിക്കുന്ന വിദ്യയാണിത്. വായി തുറന്ന് സംസാരിക്കുക.
സംസാരിക്കുമ്പോൾ ചുണ്ടുകളും താടിയെല്ലും അഥവാ ജോ കൃത്യമായി ചലിപ്പിക്കുക. ഇത് നിങ്ങളുടെ ശബ്ദത്തിന് കൂടുതൽ സ്ട്രെങ്തും കോൺഫിഡൻസും നൽകും. സ്റ്റെപ്പ് 4. ഒബ്സർവ് സ്മാർട്ട് കണ്ടന്റ്. നമ്മുടെ തലച്ചോർ എന്താണോ കാണുന്നത് അത് മാത്രമേ അതിനെ അനുകരിക്കാൻ സാധിക്കൂ. ക്രിയേറ്റീവായ മറുപടികൾ നിങ്ങളുടെ വായിൽ നിന്ന് വരണമെങ്കിൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾ കാണുകയും കേൾക്കുകയും വേണം. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: പ്രമുഖ വ്യക്തികളുടെ ഇന്റർവ്യൂകൾ, ഡിബേറ്റുകൾ, സ്റ്റാൻഡപ്പ് കോമഡികൾ, മികച്ച പബ്ലിക് സ്പീക്കേഴ്സിന്റെ പ്രസംഗങ്ങൾ എന്നിവ വെറുതെ കണ്ട് സമയം കളയാതെ കൃത്യമായി ഒബ്സർവ് ചെയ്യുക. അവർ എങ്ങനെയാണ് സംസാരിക്കുമ്പോൾ കൃത്യമായ ഇടവേളകൾ എടുക്കുന്നത്, അവരുടെ ബോഡി ലാംഗ്വേജ് എങ്ങനെയാണ്, വോയിസ് മോഡുലേഷൻ എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കി അത് നിങ്ങളുടെ നിത്യജീവിതത്തിൽ പരീക്ഷിച്ചു തുടങ്ങുക. സ്റ്റെപ്പ് 5. സേഫ് സോണിൽ പ്രാക്ടീസ് ചെയ്യുക. പലരും ചെയ്യുന്ന വലിയൊരു തെറ്റ് യാതൊരു മുൻപരിചയവുമില്ലാതെ പെട്ടെന്നൊരു വലിയ വേദിയോ കഠിനമായ സാഹചര്യമോ വരുമ്പോൾ മാസ് മറുപടി നൽകാൻ ശ്രമിക്കുകയും അവിടെ പരാജയപ്പെടുകയും ചെയ്യും എന്നതാണ്. സ്മാർട്ടാകാൻ ശ്രമിച്ച് പലരും അവസാനം ചമ്മിപ്പോകാറാണ് പതിവ്. ചെയ്യേണ്ടത്: വലിയ വേദികളിലേക്ക് പോകുന്നതിനു മുൻപ് സുഹൃത്തുക്കൾക്കിടയിലോ വീട്ടിലോ അല്ലെങ്കിൽ ഒരു ക്യാമറയ്ക്ക് മുന്നിലോ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യുക. തെറ്റിയാലും ആരും കുറ്റം പറയാത്ത ഇടങ്ങളിൽ പരിശീലിച്ചാൽ യഥാർത്ഥ സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ ഫ്രീസ് ആകാതെ ഓട്ടോമാറ്റിക്കായി മികച്ച മറുപടികൾ നൽകും. എത്തിക്കൽ ഡിസ്ക്ലെയിമർ: ഒരു പ്രധാന അറിയിപ്പ്. സൈക്കോളജിയും കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജികളും മനസ്സിലാക്കുന്നത് മറ്റുള്ളവരുമായി നല്ലൊരു ബന്ധം സ്ഥാപിക്കാനും നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും വേണ്ടിയാണ്. ഇതൊരിക്കലും മറ്റുള്ളവരെ മോശമായി മാനിപ്പുലേറ്റ് ചെയ്യാനോ വേദനിപ്പിക്കാനോ ചതിക്കാനോ ഉപയോഗിക്കരുത്. ശരിയായ അറിവ് ഉത്തരവാദിത്വത്തോടെ ഉപയോഗിക്കുമ്പോഴാണ് നിങ്ങളുടെ വ്യക്തിത്വം കൂടുതൽ മൂല്യമുള്ളതാകുന്നത്. ഈ 5 സ്റ്റെപ്പുകൾ നിങ്ങളുടെ ജീവിതത്തിൽ പരീക്ഷിച്ചു നോക്കൂ. മാറ്റങ്ങൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും. വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുൻപ് നമ്മുടെ പ്രത്യേക ഓഫറിനെക്കുറിച്ച് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. 3999 രൂപ വിലമതിക്കുന്ന ഫീമീസ് സൈക്കോളജി ഡീകോഡഡ്, അൾട്ടിമേറ്റ് കാലിസ്തനിക്സ് ഗൈഡ് എന്നീ 2 കിടിലൻ മാസ്റ്റർ ക്ലാസുകളും ഒപ്പം ലുക്ക് മാക്സിംഗ്, ഡാർക്ക് സൈക്കോളജി, മലയാളം ബുക്ക് സമ്മറീസ് പ്ലേലിസ്റ്റുകളും വെറും 179 രൂപയ്ക്ക് സ്വന്തമാക്കാനുള്ള ഈ വലിയ അവസരം നഷ്ടപ്പെടുത്തരുത്. നമ്മുടെ ചാനലിൽ ഇതിനോടകം തന്നെ ജോയിൻ ചെയ്തു കഴിഞ്ഞ 500-ലധികം വരുന്ന കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനൊപ്പം നിങ്ങളും ഇന്ന് തന്നെ പങ്കാളിയാകൂ. താഴെയുള്ള ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ തന്നെ മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവായ വീഡിയോകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കൂ. അടുത്ത ഒരു മികച്ച വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.